വൈകി കിട്ടുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്. അത്തരത്തിലുള്ള ഒരു നീതി നിഷേധം തന്നെയാണ് വൈകി കേന്ദ്ര സർക്കാർ വയനാട്ടിലെ പുനരധിവാസത്തിന് നൽകിയിരിക്കുന്ന 529.50 കോടി രൂപ. ഇത് കടമായിട്ടാണ്, 50 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന പലിശരഹിത കടമായിട്ടാണ് 529.50 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ തമാശ, ഈ മാർച്ച് 31 മുമ്പ് ഈ 530 കോടി രൂപ ചിലവാക്കുകയും വേണം. വലിയ ജാലവിദ്യകൾ കാണിച്ചാൽ മാത്രമേ ഇത്ര ദിവസം കൊണ്ട്, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ഈ 530ഓളം കോടി രൂപ ചിലവിടാനാകൂ. അപ്പോൾ സംസ്ഥാന സർക്കാർ പലവട്ടം നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ 16 പദ്ധതികൾക്കായിട്ടാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. 2000 കോടിയാണ് സംസ്ഥാന സർക്കാർ മോദി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പക്ഷെ അനുവദിച്ചിരിക്കുന്നത് ചെറിയ തുകയാണ്. അത് കടമായിട്ടാണ്. ആ കടം തിരിച്ചടക്കേണ്ടതുണ്ട്. ആകെ ആശ്വാസം പലിശ നൽകണ്ട എന്നത് മാത്രമാണ്. ഇത് വളരെ ക്രൂരമായ ഒരു പരിപാടിയാണ്. കാരണം മാർച്ച് 31-നകം ഈ 530 കോടിയും റോഡുകളായും സ്കൂളുകളായും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളായും പൂർത്തീകരിക്കണം എന്ന് പറയുന്നത് കഴുത്തിന് പിടിച്ചിട്ട് കുടിച്ചോളൂ എന്ന് പറയുന്നത് പോലെയാണ്. കാരണം കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് വെള്ളം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, കുടിക്കാൻ കഴിയില്ല. അതിന് തുല്യമായ ഒരു പരിപാടിയാണ് മോദി സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം. വയനാട്ടിലെ ദുരന്തം, ചൂരൽമലയിലും മുണ്ടകയിലും ഉണ്ടായ ദുരന്തം സാക്ഷാൽ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ച് അവരോടൊപ്പം ചെലവിട്ട് അവർക്ക് വാക്കുകൾ നൽകി, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെല്ലാം ഉറപ്പ് നൽകി, ജനങ്ങളോട് ഉറപ്പ് നൽകി അദ്ദേഹം തിരിച്ചു പോയതാണ്. എന്നിട്ടും അനുതാപത്തോടെ ഒരു സംസ്ഥാനം അർഹിക്കുന്ന ഒരു ദുരന്തം മൂലം ഉണ്ടായ ഒരു സംസ്ഥാനത്തിൻ്റെ നഷ്ടം, ആ മനുഷ്യർക്കുണ്ടായ നഷ്ടം, അത് പരിഹരിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമത്തിൽ ഒരു പങ്ക്, കാര്യമായ ഒരു പങ്ക് വഹിക്കാനുള്ള ബാധ്യത തീർച്ചയായും കേന്ദ്ര സർക്കാരിനുണ്ട്. അത് കടമായി തുക നൽകുകയും അത് നിശ്ചിത 10-45 ദിവസത്തിനകം ഇത്രയും തുക ചിലവാക്കണമെന്ന നിബന്ധന വയ്ക്കുകയും എല്ലാം ചെയ്യുന്നത് ക്രൂരതയിൽ കുറഞ്ഞ ഒന്നല്ല. ഇത് വളരെ മോശമാണെന്ന് ടി സിദ്ദിഖ് MLA പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ധനമന്ത്രി ബാലഗോപാലാകട്ടെ ഇതെങ്ങനെ മറികടക്കാനാവും എന്ന് വിദഗ്ധരുമായി, സർക്കാരുമായി, മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷം കൂടുതൽ പറയാം എന്നാണ് പറയുന്നത്. എന്തായാലും സഹായിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് സഹായിക്കുക എന്നുള്ള ഒരു മിനിമം മനുഷ്യത്വം പോലും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഈ സംഭവം.